ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടിമാലി യാത്രയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചിട്ട് അടിമാലി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാം കേട്ടോ. സത്യം പറഞ്ഞ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ പോണല്ലോ എന്ന് വിചാരിച്ച് മാത്രം പോകുന്ന പോലത്തെ ഒരു പോക്കായത് കേട്ടോ. കാരണം വലിയ ഒരു ആഗ്രഹമൊന്നും ഇല്ല അങ്ങനെ പോകണമെന്ന്, അങ്ങനെ പോണ ഒരു പോക്കാണ്. അപ്പോൾ ഞങ്ങൾ അനിയൻ കട അടച്ചിട്ട് അവിടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്നാട്ടോ വരാം, നമുക്ക് ചുമ്മാ കാറ്റൊക്കെ കൊണ്ട് നടന്നങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ഇത് അടിമാലി ടൗൺ ആട്ടോ. അപ്പം പിള്ളേരും ഉണ്ട്, ഞാനുണ്ട്, അമ്മച്ചി, അത്ത, അനിയത്തി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോവാം. പിന്നെ ഇത് ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. ഒരു 8-9 മണി എങ്ങാണ്ടായിട്ടുണ്ട് ഞങ്ങളീ പോകുമ്പം. അപ്പോൾ പിന്നെ നാളത്തേക്ക് ആക്കിയാലോ പോക്ക് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നാളെ ഞായറാഴ്ച, പിന്നെ അതുമല്ല പകൽ ചൂടൊക്കെ കൊണ്ട് പോകണം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോരും, അല്ലെങ്കിൽ തിങ്കളാഴ്ച അതിരാവിലെ നമുക്ക് പോരണം. അപ്പോൾ പിന്നെ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ പോകുന്നത് നല്ലത്. അതുമല്ല ഞായറാഴ്ച ആകുമ്പോഴത്തേനും നല്ല തിരക്കുമായിരിക്കുമല്ലോ, ഹോളിഡേ അല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ അന്ന് തന്നെ എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ മൊണാലിസയെ പോലെ ഒരാളവിടെ മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അതൊക്കെ പുറത്താട്ടോ, റോഡരികിൽ തന്നെയാണ്. പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതാണ് എൻട്രൻസ്. നമ്മൾ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും എന്ന് കരുതിയെങ്കിൽ ശനിയാഴ്ചയും നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ ഫെസ്റ്റിനകത്തോട്ട് പോയിട്ട് അവിടെ സത്യം പറഞ്ഞാൽ മൊത്തം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാർഷിക മേളയിലൊക്കെ ആകുമ്പോഴത്തേക്കും കാർഷിക വിളകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് വേറെ സൈഡിലെങ്ങാനും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടില്ല. നമ്മൾ ആ സ്റ്റാളുകളിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാളുകളിലെല്ലാം കയറി റൈഡിൻ്റെ അവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും ഗാനമേളയും തീർന്നു. 10-11 മണിയായി കേട്ടോ. നമ്മളപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി സാധനങ്ങളുണ്ട്. പിള്ളേരുടെ ഐറ്റംസ്. ഇത് സ്കൂൾ സീസൺ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അങ്ങനെ പേന, പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കടകളിലേക്കഴിഞ്ഞും വില കൂടുതലും ആയിരിക്കും, അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളും ആയിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ഈ ഉത്സവ പറമ്പ് ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇത്ര കളക്ഷൻ ഇപ്പോൾ നമുക്കൊരു കടയിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഇത്രയധികം കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുമല്ല പല തരം വെറൈറ്റി സാധനങ്ങൾ, അതൊക്കെ നമുക്ക് കണ്ണ് നിറച്ച് കാണാനൊരു രസം. അങ്ങനെ പെൻസിൽ, പേന, സ്കെച്ച്, കട്ടർ, റബ്ബർ, ഇറേസർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുടെ പല വെറൈറ്റി കളക്ഷൻസ് ആട്ടോ ഇത്. പിള്ളേരപ്പോൾ അതൊക്കെ കണ്ട് നോക്കി ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് കാണിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇവർക്ക് പേന, പെൻസിൽ അങ്ങനത്തെ. പിന്നെ ഇവന് വേണമെന്ന് പറഞ്ഞത് മറ്റേ കോമ്പസ് ഇല്ലേ, അത് ഇവന് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അനിയൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ. പിന്നെ അപ്പുറത്ത് കുറേ ചീപ്പാട്ടോ ഈ കോമ്പില്ലേ, അതിൻ്റെ പല വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് ഇരിപ്പുണ്ട്. നമ്മളിവിടെ കുറേ സമയം ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നു. നല്ല തിരക്കാട്ടോ, ഭയങ്കര ക്യൂ ആയതുകൊണ്ട് നമുക്ക് ആളുകൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ കൂടുതൽ ആൾക്കാരുടെ ഫേസ് അങ്ങനെയൊക്കെ വരാണ്ട് നോക്കണമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ ഒരു ഇതായതുകൊണ്ട് ഞാനങ്ങനെ അധികം നമുക്കങ്ങനെ വീഡിയോ എടുക്കാനും പറ്റത്തില്ല. പിന്നെ അടുത്തത് വന്നത്, അടുത്ത സ്റ്റാളെന്ന് പറയുന്നത് ഇങ്ങനത്തെ മിഠായികളുടെ ഒരു ഇതായിരുന്നു കേട്ടോ. കപ്പലണ്ടി മിഠായി ഉണ്ട്, എള്ള് മിഠായി ഉണ്ട്, പിന്നെ മക്രോണി എന്ന് നമ്മൾ പറയും, പഞ്ഞി മിഠായി, കട്ടി മിഠായി, പിന്നെ കമർക്കെട്ടെന്ന് നമ്മൾ പറയും, ശർക്കര മിഠായി ഇല്ലേ, ശർക്കരയും തേങ്ങയും കൂടി വെച്ചിട്ടുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനമുണ്ട്. പിന്നെ സിഗരറ്റ് മിഠായി ഉണ്ട്, കോല് മിഠായി. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇത് മൊത്തം. അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ, എല്ലാ മിഠായികളും. ഈ മിഠായികളെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ശരിക്കും കണ്ടോ പക്ഷേ ഇതൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. എല്ലാം കാണുമ്പോൾ ഉള്ള ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോകാം എന്നല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മിഠായികളോ അങ്ങനത്തെ സാധനങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വല്ലതും തിന്നാമെന്നല്ലാണ്ട് ഈ വർണ്ണക്കടലാസില്ലേ അതിനകത്തിരിക്കുന്നത്, അതും ഒരു പുളിമിഠായി കേട്ടോ, ശർക്കരയും പുളിയും കൂടെ ചേർന്നിട്ടുള്ളൊരു മിഠായിയാണ്. അത് അത്യാവശ്യം ടേസ്റ്റുള്ള, അതിൻ്റെ അകത്ത് പിന്നെ പഞ്ചസാര തരികൾ പോലെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ
ഈ കാണുന്നത് സിഗരറ്റ് മിഠായി കേട്ടോ. പിന്നെ ആ ഗോൾഡ് കോയിൻ പോലത്തെ ഇല്ലേ, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം പക്ഷെ ഒന്നും കൊള്ളൂലായിരുന്നു കേട്ടോ. കാറിയ ചൊവയായിരുന്നു അതിന്. അത് തിന്നപ്പോഴേക്കും പഴകിയത് കൊണ്ടാണോ എന്താ, അത് പണ്ടത്തെ ടേസ്റ്റ് ഇല്ലേ. സത്യം പറഞ്ഞതൊക്കെ പണ്ടത്തെ കാണാനുള്ള ഇത് മാത്രമേ ഉള്ളൂ, അന്നത്തെ ടേസ്റ്റ് ഒന്നും ഈ ഒന്നിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാണുന്ന പുളിമിഠായി ഇല്ലേ, അവിടെ ആ വെച്ചിരുന്ന പുളിമിഠായി മൊത്തം എൻ്റെ അനിയത്തി വാങ്ങിച്ചു കേട്ടോ. ആ ഒരെണ്ണം പോലും വെക്കാണ്ട് അത് മൊത്തം അവൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അവൾക്ക് ആ പുളിമിഠായിയുടെ ഭ്രാന്ത്. അവൾ എവിടെ പോയാലും ഒരുപാട് നാൾ അന്വേഷിച്ച് നടന്ന് അവൾക്ക് മറയൂർ പോയപ്പോൾ ഇന്നാൾ കിട്ടി. അവിടെ നിന്ന് അവൾ ആ ഒരു കടയിലുണ്ടായിരുന്നത് മൊത്തം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുപോലെ നമ്മൾ പെരുന്നാളിന് വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് ആ ചുരത്തിൻ്റെ അവിടെ ഒരു കടയിൽ ഇത് തൂക്കിയിട്ടേക്കണം കണ്ടിട്ട് അവിടെ നിർത്താൻ പോലും സ്ഥലമില്ലാത്തടുത്ത് അവൾ വഴക്കുണ്ടാക്കി അവിടെ നിർത്തിച്ച് അവിടുന്ന് മൊത്തം അത് 3-4 ഷീറ്റ് അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. വാങ്ങിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് തരണമല്ലോ എന്ന് കരുതി അവൾ തരും. ബാക്കി മൊത്തം അവൾ ഒരൊറ്റ ഇരിപ്പിന് തിന്ന് തീർക്കും കേട്ടോ. അങ്ങനെ അത്ര ഇഷ്ടം അവൾക്കത്. സാധാ പുളിമിഠായി അല്ല, ഈ ഇളന്തപ്പഴം എന്നെങ്ങാണ്ടാണോ പറയണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു ഓവൽ ഷേപ്പിലുള്ള കുരു ഉണ്ട് അതിനകത്ത്. ആ കുരു പൊട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്നുള്ള പരിപ്പും കഴിക്കുമായിരുന്നു നേരത്തെയൊക്കെ. അവളിപ്പോഴും കഴിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഇത് കൊച്ചിന് കാറ് ഇവിടെ ഈ കടയിൽ നിന്ന് കേട്ടോ കൊച്ചിന് കാറ് വാങ്ങിച്ചു. ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ കണ്ടെന്നല്ലാണ്ട് അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് കൊച്ചിനൊരു കാറ് മാത്രം വാങ്ങിച്ചോളൂ. പിന്നെ നമ്മൾ വന്നത് ഈ റൈഡുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാട്ടോ. ഇവിടെ ഒരുപാട് റൈഡുകളൊന്നുമില്ല, എന്നാലും 3-4 എണ്ണമൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ തൊടുപുഴ ഫെസ്റ്റ് വന്നായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഈ ആകാശൂഞ്ഞാലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയതാണ് ആകാശൂഞ്ഞാലിൽ. അന്ന് ഞാൻ കാറി പൊളിച്ചതാട്ടോ. അത് പക്ഷേ അതിൻ്റെ ഡബിളുണ്ട് കേട്ടോ. അതിനേക്കാട്ടൊരു ഡബിളുണ്ട് ഇത്. അപ്പം ഞാൻ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കയറിയേക്കാം. പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല. പക്ഷെ വന്നതേ അവളും മക്കളും കൂടെ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി പോയിട്ട്. എൻ്റെ മോനും എൻ്റെ ബാക്കി കേട്ടോ. അവനും പേടി, നല്ല പേടി. ഈ വക റൈഡുകളൊന്നും അവന് താല്പര്യമില്ല. ആ കാര്യത്തിൽ അവൻ എൻ്റെ മോനാ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ കറങ്ങണേ. അപ്പം ഇവളാണെങ്കിൽ വന്നതേ ഒരു ട്രിപ്പ് ആരെങ്കിലുമൊക്കെ കയറി ഒരു ട്രിപ്പ് ഒന്ന് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് കയറിയെങ്കിലെന്ന് ഞങ്ങൾ ഓർത്ത് പോയിട്ടോ. ഇവള് വന്നതേ തന്നെ ആ നിന്ന നിപ്പിൽ അവൾ അതിനകത്തേക്ക് പോയി. അവളും മക്കളും മാത്രം പോയി. കൊച്ചിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ അവനെയും കൊണ്ട് കയറാൻ അത്ര പോസിബിൾ അല്ല. ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോഴേക്കും ഞാൻ കയറിയത് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട് ആ വള്ളം, അതിനകത്ത് ഞങ്ങൾ കയറിയതാണ്. ഞാൻ എന്നിട്ട് കാറി പൊളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ട് അതിനകത്തിരുന്നത്. എന്നിട്ട് അവൾ ഇപ്പോഴും എന്നെ വഴക്ക് പറയും. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ കാർച്ച കണ്ട് കൊച്ചും പേടിച്ച് പോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എന്താ ഇങ്ങനെ അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര ഈ ആകാശൂഞ്ഞാലിനെ കഴിഞ്ഞ് നമുക്കൊരു പേടി തോന്നും കേട്ടോ ഈ വള്ളത്തിൽ കയറുമ്പം. പിന്നെ ആ ഡാൻസിങ് ചെയറോ ആ സാധനമില്ലേ, അതിനകത്ത് തൊടുപുഴ ഫെസ്റ്റിൽ വന്നപ്പോൾ അതിലും ആകാശൂഞ്ഞാലിൽ ഞാനും അവളും കയറിയായിരുന്നു കേട്ടോ. അന്നും ഞാൻ ഇതുപോലെ ഭയങ്കര കാർച്ചയായിരുന്നു. നമ്മൾ ഭയങ്കര സൗണ്ട് എടുത്ത് കാറുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടി കുറവുള്ള പോലെ തോന്നും കേട്ടോ സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. എന്നിട്ട് അന്ന് താഴെ നിന്നവരെല്ലാം കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് അവൾ ഓടിപ്പോയി കയറിയിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നിലും ആൾക്കാർ ഫില്ലാവാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. കാരണം അത്ര വലുതാണിത്. ഞങ്ങൾ ടൗണിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ സാധനം നമുക്ക് അവിടെ നിൽക്കുമ്പോഴേ ദൂരെന്നേ കാണാം. അത്രയും നല്ല വലിപ്പമുള്ള സാധനമായിരുന്നു ഇത്. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊടുപുഴയിൽ കയറിയെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനെ കഴിഞ്ഞ് സ്പീഡും ഉണ്ടായിരുന്നു, അതിലും വലിപ്പവും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടി തോന്നി കേട്ടോ അവളും മക്കളും ഇരിക്കുന്ന കണ്ടിട്ട്. പക്ഷെ അവർക്ക് ഒരു കുലുക്കവും ഇല്ല. ഇത് കണ്ടോ, അതൊരു സൈഡിലേക്ക് പോകണുണ്ട്. ആ സമയത്തൊക്കെ അതിന് നല്ല സ്പീഡാണ്. നമുക്ക് കാറ്റടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ താഴെ നിൽക്കുമ്പം. അത്ര സ്പീഡായിരുന്നു ആ സാധനത്തിന്. ഉള്ള ആൾക്കാരെല്ലാം അതിനകത്തിരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഇവർ കയറിയ ഇത് കറങ്ങി തീരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ. സാധാരണ എടുക്കുന്നതിലും കൂടുതൽ സമയം എടുത്തു. ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു തന്നെ നിൽക്കാൻ പോകുമ്പോൾ പോയിട്ട് പിന്നെയും നല്ല സ്പീഡ് കൂട്ടിവരും. അപ്പോൾ അവരിറങ്ങിയപ്പോഴാണ് അവൾ പറഞ്ഞത് അതിനകത്തിരുന്ന് ആരോ ഇങ്ങനെ സ്പീഡ് കുറയുന്ന സമയത്തും കണ്ട് ആരോ പറഞ്ഞു സ്പീഡ് കുറവാണ്, അതുപോലെ പെട്ടെന്ന് തീർന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെയും കറക്കിയതാണ്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അങ്ങനെ 2-3 പ്രാവശ്യം കറക്കിയിട്ടു. എന്നിട്ട് കൊച്ചവളോട് ചോദിച്ചു എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവർ പറഞ്ഞു തരും നമ്മളോട് എന്തിനാ വെച്ച് ദ്രോഹം ചെയ്യണമെന്ന്. പിള്ളേരധികം ഇളയവർക്ക് അത്ര പേടി തോന്നിയില്ല, പക്ഷെ മൂത്തൊക്കെ ഇച്ചിരി പേടി തോന്നിയെന്ന് കേട്ടോ പറഞ്ഞ്. 2 പേരും അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നേന്ന് പറഞ്ഞ്. നമ്മൾ താഴെ നിന്ന് അതിലധികം
വേഗം പ്രാർത്ഥിക്കേണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറ്റല്ലേ എന്ന്. ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയോ ഞാൻ കണ്ടു ഇങ്ങനെ ആകാശൂഞ്ഞാലിൽ നിന്ന് 2 പേര് വീണു എന്നുള്ള ന്യൂസ്. ഞാനത് അപ്പം തന്നെ അവൾക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇനി ഇതിങ്ങനത്തെ എവിടെയെങ്കിലും വന്നാൽ അവൾ പിന്നെയും കയറും കേട്ടോ. ആ കാര്യത്തിലൊക്കെ അവൾക്ക് എന്നെക്കാട്ടിലും ധൈര്യമുണ്ട്. പിന്നെ നമ്മൾ പോയത് പിന്നെ അടുത്തത് മരണക്കിണർ കാണാനാണ്. ഈ സാധനം ഞാൻ തൊടുപുഴയിൽ ഞാൻ പറഞ്ഞില്ലേ കാർഷിക മേള വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കല്യാണത്തിനൊക്കെ മുന്നേ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ. വരുമ്പോൾ അപ്പോൾ പോയപ്പം വളരെ നാൾ മുന്നേ ഞാനും അമ്മച്ചി അത്തായൊക്കെ കൂടി ഞങ്ങളങ്ങനെ പോയി കണ്ടതാണ് മരണക്കിണർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നിടത്തേക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പം ഇവിടെ ഞാൻ നോക്കിയിട്ട് റൈഡിലൊന്നും കയറാനുള്ള ധൈര്യമില്ല. അപ്പം നമ്മൾ ഈ ഫെസ്റ്റിനെന്നും പറഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് എന്നാൽ കയറിയേക്കാം. അപ്പം അമ്മച്ചിക്ക് ഇതിനകത്ത് കയറാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി. ഇതിലാകുമ്പോൾ ചുമ്മാ പേടിച്ച് വരച്ച് അവിടെ പിടിച്ചൊക്കെ നിന്നാൽ മതിയല്ലോ, കറങ്ങുന്നതും ഓടുന്നതും ഒന്നും അല്ലല്ലോ എന്നും കരുതി ഇതിനകത്തോട്ട് കയറിയതാണ്. ഇതിൽ കയറിയപ്പോൾ അതിലപ്പുറം പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പേടി. പിന്നെ എൻ്റെ ചിന്ത പോലെ എന്നാണെന്നറിയാമോ, ഇതിൻ്റെ ഓടുമ്പോൾ ഇതിൻ്റെ ഈ സ്പീഡ് കൊണ്ട് ഞാൻ ഇനി വെയിറ്റ് കൊണ്ട് പിന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ വെയിറ്റ് കൊണ്ട് അപ്പോൾ ആൾ കൂടുമ്പോൾ എനിക്ക് പേടിയാട്ടോ. അവർക്ക് ആൾ കൂടിയെങ്കിലാണ് അവർക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. പക്ഷേ ആൾ കൂടുമ്പോൾ എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ ആൾക്കാരുടെ വെയിറ്റും കൊണ്ട് ഇതെങ്ങാനും പൊളിഞ്ഞു വീഴുവോ, പലക ഇളകിയിട്ട് പിന്നെ അതിലെങ്ങാനും ചാടിപ്പോവോ എന്നൊക്കെയുള്ള പേടിയാട്ടോ എനിക്ക്. ഇതിലും പിന്നെ ഓഡിയൻസൊക്കെ ഫുള്ളാവുന്നേക്ക് മുന്നേ ആയിരുന്നു കേട്ടോ നമ്മൾ കയറിയത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഒരു റൗണ്ട് ഏകദേശം ഒരുപാട് ആളുകളെ കൊണ്ട് നിറയണോടെ വരെ അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ആ മോട്ടോർ സൈക്കിള് പുറത്ത് കൊണ്ടുപോയി അതിങ്ങനെ റേസ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കും, ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനായിരിക്കും. അങ്ങനെ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതും തുടങ്ങിയത്. അപ്പോൾ അവർ 3 ആണുങ്ങളും ഉണ്ട്, ഒരു ലേഡിയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ലേഡിയും ഡ്രൈവ് ചെയ്യണമായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ പുള്ളിക്കാരി അതിന് കാറിൽ കയറി ഇരുന്നുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കാണുമ്പോഴാണെങ്കിലും നമുക്ക് ശരിക്കും ഇവരോട് പാവം തോന്നും. ഞാൻ ശരിക്കും ഇറങ്ങുന്നോളം വരെ പ്രാർത്ഥിച്ചുകൊണ്ടായിട്ട് നിന്ന് ഒരു അപകടം വരുത്തല്ലേ. ഇതിപ്പം മാത്രമല്ല, ഇനിയാണെങ്കിലും ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും അപകടങ്ങളൊന്നും വരുത്തല്ലേ അങ്ങനെ. കാരണം അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ തൊഴിലായിട്ട് ചെയ്യുന്നതാണല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇത് കറങ്ങി തുടങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് ആ സ്ഥലം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാമല്ലോ, നന്നായിട്ട് അവിടെ നിന്ന് കുലുങ്ങും. അപ്പോൾ കമ്പിയിൽ മുറുക്കെ പിടിച്ച് ഫോണും മുറുക്കെ കയ്യിൽ പിടിച്ച് അതിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ പിള്ളേരെയൊക്കെ ആട്ടോ എനിക്ക് പേടി. കാരണം ബാക്കിലൊരു ഹോള് പോലെ. അപ്പോൾ പിള്ളേരൊക്കെ ചാടിപ്പോയ കൊച്ചിനെ എടുത്ത് പിടിച്ചുകൊണ്ടാണ് നിന്നത്. പക്ഷെ മറ്റേ 3 പേരാണെങ്കിലും ബാക്കിലേക്ക് ഇങ്ങനെ പോയി അറിയാണ്ട് വീണ് പോവും. അങ്ങനെ കഴിയുന്നോടും വരെ പേടിച്ച് വിറച്ച് സത്യം പറഞ്ഞ് നിന്നത്. പിന്നെ ഇവരുണ്ടല്ലോ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫുള്ള് നമ്മൾ ഈ ഓഡിയൻസിനെ നോക്കിയേ നിൽക്കൂട്ടോ ഇവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ 10, 20, 50 അങ്ങനെയായിട്ട് പൈസ കൊടുക്കും. ആൾക്കാരിങ്ങനെ കൈ കൊണ്ട് നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവർ ആ സ്പീഡിൽ വന്ന് അതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ എവിടെയാ അങ്ങനെ നിൽക്കണേന്ന് അതേക്ക് നോക്കി അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവരാ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരൊക്കെ അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനിയൻ സമ്മതിച്ചില്ല കേട്ടോ നമ്മളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത്ര സ്പീഡിലാണ് വരുന്നത്. അപ്പം നമുക്കറിയത്തില്ലല്ലോ, നമ്മളിങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ കൈയും കൊണ്ട് അങ്ങ് പോവുമോ, കൈക്ക് വല്ലതും പറ്റി പോകും നമുക്ക് ആ സ്പീഡിൽ അവരങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ അവരുടെ ആ നോട്ടവും ആ പോക്കും ഒക്കെ കാണുമ്പോൾ ശരിക്കും പാവം തോന്നും കേട്ടോ. കാര്യം അവരുടെ പാഷനായിരിക്കും, അവരൊരുപാട് നാളായിട്ട് ചെയ്യുന്നതാണ് ഒക്കെ ശരി. എന്നാൽ പോലും നമുക്ക് പാവം തോന്നും അവരോട്. പിന്നെ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നമ്മൾ പണ്ട് കണ്ട കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് വെച്ച് വേറെ അല്ലാണ്ട് വലുതായിട്ടൊന്നും പുതിയതായിട്ട് ഈ ഒരു ഇതിൽ കൊണ്ടുവരാനില്ലല്ലോ. എനിക്കറിയത്തില്ല, ഇത് പണ്ടും ഉണ്ടായിരുന്ന സാധനം തന്നെ. ഇത് അന്നൊക്കെ ചെയ്ത അതേ അഭ്യാസ പ്രകടനങ്ങൾ തന്നെ ഇതിനകത്തും ഇപ്പോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലേ എല്ലാവരോടും, കണ്ടിട്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നോട് എന്തെങ്കിലും പറയണമെന്ന്. ഒരു ഹായ് പോലും ആരും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞ് എനിക്ക് സങ്കടമുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് പറഞ്ഞത് എൻ്റെ സ്വന്തം അമ്മച്ചി കേട്ടോ. അമ്മച്ചിയുടെ ഫോണിൽ നെറ്റില്ലാഞ്ഞിട്ട് ഞാൻ നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്ത് വീഡിയോ കണ്ടിട്ട് എന്നെ അപ്പം തന്നെ വിളിച്ചു. ഇതാണോ നിൻ്റെ വീഡിയോ? അവൾ കുറേ കാട്ടുപൂവ് കാണിച്ചിട്ട് ഭയങ്കര ഭംഗിയുള്ള പൂവാണ്, അതുപോലെ അവൾ നേരായ വഴി കൂടെ വന്നിട്ട് ഊടുവഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ നീ വീഡിയോ ചെയ്തേക്കണത്, ഇങ്ങനെയാണോ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് പറയാണ്, നീ പറഞ്ഞില്ലേ നിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണമെന്ന്, നീ പറഞ്ഞില്ലേ കമൻറ്റ് എഴുതിയിടാൻ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ നേരിട്ട് വിളിച്ച് പറയുവാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു കേട്ടോ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അഭിപ്രായമാണത്, ഞാനത് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ വഴക്ക് പറയാനാണെങ്കിലും എന്തെങ്കിലും
എന്തെങ്കിലും 2 വാക്ക് എഴുതിയിടണം കേട്ടോ. ചീത്തയായിട്ടൊന്നും ഇടാതിരുന്നാൽ മതി. വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഇത്രയും ആളുകളിലേക്ക് കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും ഇപ്പം നമ്മുടെ സ്വന്തക്കാരോ വേണ്ടപ്പെട്ടവരോ അല്ലാണ്ട് അവരൊക്കെയാണെങ്കിൽ ഇപ്പം അമ്മച്ചി പറഞ്ഞ പോലെ നേരിട്ടാണെങ്കിൽ 2 പറയും 4 പറയാൻ തോന്നുന്നത്. പക്ഷെ നമുക്ക് അറിയത്തില്ലാത്ത അത്ര പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ സൗണ്ട് കേൾക്കുന്നു, നമ്മളെ ഒരു വട്ടാണെങ്കിലും കാണുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അവർ നമ്മളെക്കുറിച്ച് എന്താ പറയണത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്താ പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയല്ലേ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് വ്യൂസൊക്കെ ഉള്ളെങ്കിലും പിന്നെ എനിക്കറിയാവുന്ന പോലെ ചെറിയ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക കേട്ടോ, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വരും പോലെ വരട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ മരണക്കിണറിൽ ഇതേ കാറും കൂടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറും കൂടെ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് എന്തോ ഭയങ്കര വെയിറ്റ് വന്നതുപോലെ ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. സംഭവം മൊത്തം നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അവിടെ ഏറ്റവും പേടിച്ച് പറിച്ച് നിന്നത് ഞാനാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യേണ്ടെന്നാണ് തോന്നണേ. ഞാൻ സത്യം പറഞ്ഞാൽ നേരിട്ട് നോക്കണേലും കൂടുതൽ ഫോണിലേക്കാട്ടോ നോക്കി നിന്നത്. കാരണം എനിക്ക് നല്ല അത്യാവശ്യം പേടിയാവുന്നുണ്ടായിരുന്നു. പിന്നെ 2 കാർ ഓടാൻ തുടങ്ങിയപ്പോൾ അതിലും സൗണ്ടും ഭയങ്കര സൗണ്ടുമാണ്. ഭയങ്കരമായിട്ട് ഈ സാധനം കുലുങ്ങുന്നുമുണ്ട്. അതുപോലെ നിൽക്കും അവിടെ. പക്ഷെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണെങ്കിലും നമ്മളിതൊക്കെ കാണും, ആ റൈഡിലൊക്കെ കയറും ചെയ്യും. പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അതല്ലേ. അപ്പം ഈ കാറിൽ ഒരെണ്ണത്തിൽ ആ ലേഡിയും കയറിയിട്ടുണ്ട് കേട്ടോ. അവർ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു, ഒരു കാല് വട്ടം വെച്ച് കയറിയിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാട്ടോ പോണേ. അവരും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവരും ഓടുന്നത്. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആ നോട്ടം കാണുമ്പോഴേ നമുക്ക് പാവം തോന്നും കേട്ടോ. പിന്നെ പിള്ളേർ പിന്നെ ഇറങ്ങിയിട്ട് ഇത് ഒരു കുഞ്ഞു സാധനം, കുഞ്ഞു പിള്ളേർക്കുള്ള സാധനം, പക്ഷെ അവനൊരു ഇതിലെങ്കിലും നീ കയറണമെന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് കയറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൻ അതിനകത്ത് ചാടി ഇത് പൊട്ടിപ്പോവും വെച്ച് ഞാൻ വലിയ കൊച്ചല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവിടെ ചാടാണ്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ധൈര്യം കൊടുത്തു. ഞങ്ങളല്ല, അനിയത്തി അവൾ എന്നെ വഴക്കുറയും കേട്ടോ. നീ ഒരാളെ ഈ കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴക്കുറയും കേട്ടോ. കാരണം ഞാൻ മരണക്കിണറിൻ്റെ അവിടെ കയറിയില്ലേ, എന്നിട്ട് എടാ പിടിച്ച് നിൽക്കടാ കൈ പിടിച്ച് നിൽക്കുക, വീടരുത്, ബാക്കിലോട്ട് നോക്കുക, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് സ്വൈര്യം കൊടുത്തിട്ടില്ല. അപ്പം അതുപോലെ പറയണത് കൊണ്ട് അവളെന്നെ വഴക്ക് പറയും കേട്ടോ. നീ ഇങ്ങനെ എല്ലാത്തിലും ബാക്കിലോട്ട് ആക്കുമെന്നും പറഞ്ഞ്. എനിക്ക് പക്ഷെ എന്താണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര പേടിയാണ്. ആ സിബ് അതിലൂടെയാണ് കയറണത്. എന്നിട്ട് അത് അടച്ചിട്ടിട്ടാണ് പിള്ളേർ അതിനകത്ത് നിന്ന് ചാടുന്നത്. ഞാനെന്നിട്ട് അതിൻ്റെ അടിയിലോട്ട് നോക്കി കേട്ടോ. ഇനി ഇവർ എങ്ങാനും ഈ സാധനം കീറിപ്പോയ അടിയിൽ വല്ല കമ്പിയാണോ അവിടെ പോയി കൊള്ളുമെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടിയിലേക്ക് നോക്കി. പക്ഷേ അതിൻ്റെ അടിയിലൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന കറുത്ത ഒരു തുണിയാണോ എന്തോ ഒരു സംഭവം, അതിൻ്റെ അത് തന്നെയാണ് അതിൻ്റെ അടിയിൽ. കമ്പികളോ വേറെ ഒന്നുമില്ല. അത് കീറിപ്പോയാൽ ഒത്തിരി ഹൈറ്റൊന്നുമില്ല, നേരെ താഴോട്ട് കിടക്കുന്നേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ തുള്ളിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിള്ളേർ കുറച്ച് നേരം അതിൽ കയറി നിന്ന് ചാടിക്കൊണ്ട് നിൽക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും കാണാനോ കേൾക്കാനോ നിന്നില്ല. ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണവും ഇത്രയും രാത്രി അതിൻ്റെ ഉറക്കവും ഒക്കെ കൂടി ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകട്ടോ ചെയ്തേ. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ ആൾക്കാർ അവിടെ തല്ല് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 2-3 പേര് കൂടി ഒരാളെ വടി വെച്ചിട്ട് തല്ലുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഷഹബാസിനെ കൊന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ സങ്കടപ്പെടുത്തി. കുറേ നാളെടുത്തുട്ട് ഞാൻ അതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ. അത്ര എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. സത്യം പറഞ്ഞ് ഇതുപോലുള്ള ശിക്ഷകൾ കിട്ടേണ്ട ഒരുപാട് പേര് രക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പിന്നെ ഇന്നാൾ ആ മധു കണ്ടില്ലേ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച ആൾ നാട്ടുകാർ കൂടി തല്ലിക്കൊന്നു. ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ആൾക്കാർ കൂടി തല്ലിക്കൊല്ലും, അവർക്ക് അതുപോലെയുള്ള ശിക്ഷകൾ കിട്ടുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ശരിക്കും വലിയ ക്രൈം ചെയ്യണ ആൾക്കാർക്കൊന്നും അവരെ അർഹിക്കുന്ന ഒരു ശിക്ഷയും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു നിസ്സാര കാര്യത്തിനായിരിക്കും, എന്തിനാണാവോ ഇങ്ങനെ തല്ലുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന ഒരാൾ പറഞ്ഞു ഇങ്ങനെ, പിന്നെ നിസ്സാര കാര്യം ഒരു പെണ്ണിനെ കയറി പിടിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ തല്ലി പിന്നെ എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് ഭയങ്കര പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അതിലും നല്ലത് അത് പോലീസിനോട് പറഞ്ഞ് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ആ ഒരു രീതിയിലോട്ട് പോവല്ലേ. കൊടുക്കാം, 1-2 അടി കൊടുക്കാം, അത്രയും വൃത്തികേട് ചെയ്യുന്നവർക്കിട്ട് കൊടുക്കാം. പക്ഷേ അത് പിന്നെ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നരുതല്ലോ എന്നോർത്തുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അപ്പം തന്നെ എന്നിട്ട് ഞങ്ങൾ കണ്ടത്, പിന്നെ ഞങ്ങളവിടെ നടന്നു വരുമ്പോൾ തന്നെ പോലീസുകാർ വന്നിറങ്ങിയ വഴി അവർ ചോദ്യം പറച്ചിലൊന്നുമില്ലായിരുന്നു. അടി കൊടുത്ത ആൾക്കിട്ടാണ് അപ്പം തന്നെ ലാത്തി വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയത് കേട്ടോ. അപ്പം തന്നെ ബാക്കി ഉണ്ടായിരുന്ന 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്.
കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വണ്ടി ഒന്നാമത് ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു, അനിയൻ 2 വീലറിലായിരുന്നു. 2 മക്കളെയും കയറ്റി അനിയൻ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും നല്ല സുഖമായിരുന്നു നടക്കാൻ. ആ സമയത്ത് പിന്നെ വലിയ 10-11 മണിയൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് പിന്നെ ടൗണിലൊന്നും വലിയ തിരക്കില്ല, ആരുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു പോവുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതെന്ത് വീഡിയോയാടി ഇത് എന്തെങ്കിലും ചോദിച്ചോ, ഒരു കമൻറ്റെങ്കിലും ആരെങ്കിലും ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു തല്ലിപ്പൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.